ഒരാഴ്ചക്കാലത്തെ കാത്തിരിപ്പ് അവസാനിച്ചു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്കൂളുകൾ തുറക്കാൻ കഴിയാതിരുന്ന കുട്ടനാട്ടിലെ സ്കൂളുകളിൽ പ്രവേശനോത്സവം ആഘോഷമായി. ജൂൺ 2-ന് തുറക്കാതിരുന്ന കുട്ടനാട്ടിലെ സ്കൂളുകളിലും അങ്ങനെ കുരുന്നുകൾ അക്ഷരമുറ്റത്തേക്ക് കാലെടുത്തു വെച്ചു. സ്കൂളിലേക്കുള്ള വഴിയിൽ പലയിടങ്ങളിലും വെള്ളം ഇപ്പോഴും പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ മാതാപിതാക്കളുടെ കരം പിടിക്കാതെ ചുമലിലേറിയാണ് പലരും അക്ഷരമുറ്റത്തേക്ക് എത്തിയത്. ആദ്യ ദിനത്തിലെ പതിവ് കാഴ്ചകൾക്ക് ഭംഗം വരുത്താതെ ആദ്യമായി സ്കൂളിലെത്തിയ പലരുടെയും സങ്കടങ്ങൾ കരച്ചിലായി. ചിലർ ഒരാഴ്ചയായി സ്കൂൾ തുറക്കാത്തതിൻ്റെ പരിഭവം പങ്കുവച്ചു. മറ്റു ചിലർക്ക് സംശയം വെള്ളപ്പൊക്കം ഇനി എന്നാണ് വരിക എന്നതായിരുന്നു. അല്പം വൈകിയാണെങ്കിലും സ്കൂൾ തുറന്നതിലുള്ള സന്തോഷം വിദ്യാർത്ഥികൾ പങ്കുവച്ചു. ഒരാഴ്ച നീണ്ട സങ്കടക്കണ്ണീരിന് അറുതി വരുത്തി സ്കൂൾ തുറന്ന എടത്വ, രാമങ്കരി, പുളിങ്കുന്ന്, തകഴി, ചമ്പക്കുളം പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ ആഘോഷപൂർവ്വമാണ് പ്രവേശനോത്സവങ്ങൾ നടന്നത്. ദുരിതത്തിന്റെ തീരാക്കയങ്ങളിലും കുരുന്നുകളുടെ മുഖങ്ങളിൽ ചിരിവിടർത്താൻ അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഒന്നിച്ചതോടെ കുട്ടനാട്ടിലും ഉത്സവഛായയിൽ കുരുന്നുകൾ വിദ്യാലയ പടവുകൾ കയറി. വരകളും വർണ്ണങ്ങളും മധുരവും കരുതി നാടൊന്നാകെ ഒന്നിച്ചതോടെ കുട്ടനാട്ടിലെ കുരുന്നു ഹൃദയങ്ങളും ഇനി അറിവിൻ്റെ പുതിയ വാതായനങ്ങളിലേക്ക് മിഴി തുറക്കും. അപ്പോഴും ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. പഠിപ്പ് മുടങ്ങാതെ, വെള്ളപ്പൊക്കത്തെ ഭയക്കാതെ മറ്റ് സ്ഥലങ്ങളിലെന്ന പോലെ കുട്ടനാട്ടിലെ കുട്ടികൾക്ക് ഇനി എന്ന് ഒരു അധ്യയന കാലം സാധ്യമാകും? അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.